ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എടപ്പാളാണ്. എടപ്പാൾ ഒരു മാളിലാണ്. ഇതാണ് ആ മാള്. മാളിൻ്റെ അവിടെ കാർ പാർക്കിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. വണ്ടി ഉണ്ടല്ലേ, നമ്മളിപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടാണ്. നമുക്ക് ഞങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. വരാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ മാളിലുണ്ട്. ഒരു വെറൈറ്റി പിടിച്ച സ്ഥലം, വെറൈറ്റി അല്ലേ. നമ്മളിപ്പോൾ ഒരു മാളിലാണ്, ദുബായ് മാളാണ്. നമ്മളെ ലിഫ്റ്റ് കയറാം. ലിഫ്റ്റ് അപ്പം നമ്മൾ അതിൽ കയറി പോവും. നമ്മൾ ലിഫ്റ്റ് കയറുകയാണ്. നമ്മൾ ലിഫ്റ്റ് കയറി പോവാണ്. ലിഫ്റ്റ് കയറി പോവാം. കനറ ബാങ്കിക്കാണ് പോണത്. എടപ്പാൾ കനറ ബാങ്ക്. ഇപ്പൊ വരാം. നമുക്ക് കനറ ബാങ്കിൽ ഞങ്ങൾ പോയിട്ട് ഇപ്പൊ വരാം. കണ്ട സ്ഥലം ഇപ്പൊ അവിടെ എത്തിയിട്ടില്ല. നമ്മളിപ്പോ അങ്ങോട്ട് പോകും. അപ്പൊ ഗൈസ്, ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞു ഞങ്ങൾ പോവാണ്. ബൈ ഗൈസ്. ബാങ്കിൽ പോയി പോവാണ് ഗൈസ്. നമ്മള് ലിഫ്റ്റ് വീണ്ടും കയറാൻ പോകും. എന്തായാലും എപ്പം നോക്കിയാൽ ലിഫ്റ്റ് എന്താ പറയാ, അതാ പോവാണ്. അപ്പച്ചതായി തരുന്നു ഗൈസ്. ലിഫ്റ്റ് വന്നിരിക്കുന്നു. നമ്മളെ ലിഫ്റ്റ് കയറാൻ പോണ്. അപ്പച്ച ലിഫ്റ്റ് കയറാൻ പോണ്. ഞാനും കയറുകയാണ്. എത്തിയിരിക്കുന്നു. ലിഫ്റ്റ് നോക്കിക്കോ. ഓട്ടോമാറ്റിക്കായിട്ട് അറിയും. ഫ്ലോറിൽ നിൽക്കാൻ പോണ്. -1 പോകുന്നത്. കാർ പാർക്കിങ്ങിന്റെ അവിടെ എത്തി ഗൈസ്. കാർ പാർക്കിങ്ങിന്റെ ഇവിടെ കുറെ വണ്ടി ഇപ്പൊ ഗൈസ്. നമ്മളിവിടെ ഉണ്ട്. നമുക്ക് വണ്ടി കയറാനായിട്ട് വണ്ടി കയറാൻ പോണു. പച്ചതാക്കണ് വണ്ടി. മറ്റേ വണ്ടി എടുക്കണ്. നമ്മൾ കേറാൻ പോണ് വണ്ടി. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ കേറും. അപ്പൊ ഞാൻ കേറിയിട്ട് ബാക്കി വിഷ്വൽസ് തരാം. അപ്പൊ ഗൈസ്, കോപ്പി എടുക്കാണ്ട്, അതുകൊണ്ട് നമ്മൾ നടന്നു പോവാണ്. നമുക്ക് നടന്നു അങ്ങോട്ട് പോണം. കുറച്ച് അവിടെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഇവിടെ, അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ഫോട്ടോ കോപ്പി എടുക്കുന്ന കട ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് പോണത്. നമുക്ക് അങ്ങോട്ട് പോവാം. വരാട്ടോ. അപ്പോൾ ഗൈസ്, പ്ലാനിങ്ങിൽ ചെറിയൊരു മാറ്റം വന്നു. നമ്മൾ വണ്ടി എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ വരുന്നതായിരിക്കും ഗൈസ്. ഇപ്പോൾ വരാട്ടോ. തിരിച്ചു പോവാണ്. നമ്മളത്തെ വണ്ടിക്ക് തിരിച്ചു പോവാണ് ഗൈസ്. നമ്മൾ വണ്ടിയിൽ അപ്പച്ച വണ്ടി കയറി. ഞാൻ ഇപ്പോൾ പോട്ടെ. വണ്ടിയിൽ കയറിയിട്ട് ബാക്കി വിഷ്വൽസ് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ വണ്ടിയിലുണ്ട്. നമ്മൾ അപ്പച്ചപ്പോൾ എന്താ പറയുക, ടോയ്ലറ്റിൽ പോയിട്ട് പോകേണ്ടി വരും. അതുവരെ നമ്മളിവിടെ കാത്തു നിൽക്കണം. ഗൈസ്. അപ്പൊ നമുക്ക് കാത്തുക്കാം. നമ്മളിപ്പോ വരാം. ഗൈസ്, ഇപ്പൊ വരാട്ടോ. വരാം ഗൈസ്. അപ്പച്ചൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ ബാക്കി വിഷ്വൽസ് ഞാൻ ഇപ്പൊ തന്നെ തരാം ഗൈസ്. നമ്മൾ പോവുകയാണ്. മാളിന്ന് പോവാണ്. എൻ്റെ അനിയത്തി ക്ലാസ്സിന് ഇരിക്കുന്നു. അവിടെ സ്പീച്ച് ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. വണ്ടിയൊക്കെ കണ്ട വേപ്പണ വണ്ടി ഓടിയുന്നു. എന്താ ഓ മൈ ഗാഡ്. നമ്മളിതാ പോന്നു. നമ്മള് പോവാട്ടോ ഗൈസ്. നമ്മൾ ഇതാ പോന്നു. ഇവിടെ ഒരു വല്ലാത്തൊരു ഗൈസ്. അയ്യോ അമ്മേ ഗൈസ്, കയറ്റം കയറി ഇങ്ങോട്ട് വന്നു. നമ്മൾ ഇനി അങ്ങോട്ട് പോവാണ്.
വണ്ടികൾ കണ്ട അവിടെ നിന്ന് പണ്ട് വണ്ടികൾ വരുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടും കുറെ ഏട്ടന്മാരും ചേച്ചിമാരൊക്കെ നടക്കുന്നുണ്ട്. ചെറുതായിട്ട് മഴ തുള്ളിയിട്ടുണ്ട്. മഴ തുള്ളിയിട്ടുള്ള പ്രശ്നം ടമേ എടുക്കാൻ പറ്റുമോന്നൊരു സംശയം പിടിക്കാം. നമ്മൾ എടുക്കുന്നതായിരിക്കും. അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഫോണിന്റെ ചാർജ് തീരുമോന്നൊരു സംശയം. ചാർജ് തീരുന്നാലും കുഴപ്പമില്ലല്ലോ, നമ്മൾക്ക് വീഡിയോ എടുക്കണം, അത്രയല്ലേ ഉള്ളൂ. വീഡിയോ എടുക്കണം, വീഡിയോ എടുക്കുന്നുണ്ട്. കൈയൊക്കെ കടയിൽ. ഇവിടെ ഒരു മൈജി ഫ്യൂച്ചറിന്റെ കട ഒന്നുണ്ട് അടപ്പാള് പുതിയതായിട്ട്. എന്താ നേരെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ആശുപത്രി ഉണ്ട്. ശുഗപുരം ഹോസ്പിറ്റൽ എടപ്പാൾ. മൈജി ഫ്യൂച്ചർ. ഒരു ആംബുലൻസ് വരുന്നുണ്ട്. നമ്മളെ ബാക്കിലാണ് ആംബുലൻസ് ഉള്ളത്. പോണു ആംബുലൻസ് പോയിക്കോട്ടെ. ഹോസ്പിറ്റൽ ശുഗപുരം ഹോസ്പിറ്റലാണത്. നമ്മളിതാ പോകുന്നു. അതുകൊണ്ടൊരു വഴിയുണ്ട്, പക്ഷെ നമ്മൾ നേരെ പോണത് കണ്ടോ, നേരെ പോകുന്നു. ഓ മൈ ഗോഡ്, നമ്മളൊന്ന് പോയി. നമ്മള് പോവാനാണ് ഗൈസ്. നമ്മള് അടപ്പാള് മൊത്തത്തിലാണ്ട് പോകുന്നത്. എടപ്പാളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഗൈസ്. പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എടപ്പാളാണ് ഈ മൊത്തം കാണുന്നത്. നമ്മളിതാ പോകുന്നത് ഇവിടെ ദാറുൽ ഹിദായ സ്കൂൾ. ഇതാ എടപ്പാൾ ഗൈസ്, എടപ്പാളിൽ തന്നെയാണ് ദാറുൽ ഹിദായ. ക്ലാസ്മേറ്റ് ഇവിടെ ഉള്ളത് എടപ്പാളാണ് സ്ഥലം. ഇത് കൂടാണ്ട് പോയ നെസ്റ്റോ മാളിക്കുള്ള ഒരു ചെറിയൊരു ഷോർട്ട് കട്ടാണ്. കണ്ടോ, അതാ ഫ്ലൈ ഓവർ ആണ്, പക്ഷെ നമ്മള് അത് കൂടെ കേറാൻ പോണില്ല. നമ്മൾ ഈ സൈഡിക്ക് കട്ട് ചെയ്ത് പോവാണ്. കണ്ടോ, ഇവിടെ ഏറ്റവും ഒരു വലിയ മോളുണ്ട്. ഇതാ വേണ്ട ചോയ്സ് വെഡിങ്ങിന്റെ എന്താ തുണിക്കട ഇവിടെയാണ്, ആ മാളിലാണ് ഉള്ളത്. നമ്മളിപ്പോ എടപ്പാളാണ് ഉള്ളത്. നമ്മളിപ്പോ അവിടെ തിരും. ഇവിടെ ഒരു സാധനം കണ്ട അപ്പൊ നമ്മളിങ്ങനെ വട്ടടിച്ച് തിരിയാം. ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫ്ലൈ ഓവർ ഉണ്ടാക്കിയത്. പക്ഷെ ഫ്ലൈ ഓവർ ഉണ്ടായിട്ടും കാര്യമില്ല ഗൈസ്, മൊത്തം ബ്ലോക്കാണ്. ഒരു ദിവസം സിനിമയ്ക്ക് പോകുമ്പോണ്ടാവും ഗൈസ്, ഇവിടെ മൊത്തം ബ്ലോക്ക്. അതും എന്താ അതും ദൃശ്യം 3 കാണാൻ പോയിരുന്നു. നമുക്ക് അങ്ങോട്ട് കൊണ്ട് പോണ്ട. അപ്പൊ നമ്മളങ്ങോട്ട് നിർത്തി കൊടുക്കുന്നത്. ഇവിടെ ഒരു കട ഉണ്ട്, വെജിറ്റേറിയൻ കട, രസം കടയും. ഇവിടെ ഉണ്ട് കുറെ കടകളുണ്ട്. ഈ സൈഡിൽ KR ബേക്കറി കാണാൻ നിങ്ങൾക്ക്. KR ബേക്കറി നെസ്റ്റോമാളും. നെസ്റ്റോമാളിന്റെ ഒരു മൂലയാണ് ആ മറ്റേ പുല്ലുമാതിരി പിടിച്ചില്ലേ ഏറ്റവും വലിയ കമ്പിന്റെ, അത് നെസ്റ്റോമാളാണ്. ഇത് KR ബേക്കറി എടപ്പാളാണ്. ഇതൊക്കെ സ്ഥലം. ഇതാണ് നെസ്റ്റോമാള്. എന്താ നെസ്റ്റോ ഫോറൂം സെന്റർ. നെസ്റ്റോ ഫോറൂം സെന്ററും കഴിഞ്ഞു. നമ്മളിപ്പോ അങ്ങോട്ട് പോവാണ്. നമ്മളിപ്പോ ഇത് പോവാണ്. ചെറിയൊരു മഴ പറഞ്ഞില്ലേ, അത് അൽത്താജ് ഹോട്ടല്.
ഓരോരോ വഴിയുണ്ട. ഇവിടെയാണ് ഇതാണ് എടപ്പാൾ ഹോസ്പിറ്റലിലേക്കുള്ള എൻട്രിങ് ചെയ്യണ വഴി. എൻട്രിങ് ചെയ്യണ വഴിയും എക്സിറ്റ് വഴി ആ ഓട്ടോറിക്ഷ പോയ വഴിയാണ് എടപ്പാള് ഹോസ്പിറ്റലിലേക്കുള്ള എൻട്രി. അപ്പുറത്താണ് ഈ എക്സിറ്റ് ഉള്ളത്. ഇപ്പൊ കൊറേ വണ്ടികൾ അങ്ങോട്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. കണ്ട ഈ വഴിയാണ് നേരെ എടപ്പാൾ ഹോസ്പിറ്റലിലേക്ക് പോവാ. അതിന്റെ എക്സിറ്റിന്റെ അവിടെ ഒരു പച്ചക്കറി കട ഉണ്ട് ഗൈസ്. ആ അൾട്ടോ വണ്ടി വന്നതാണ് എക്സിറ്റ്. കാണിച്ചുതരാം, ഇതാണ് എക്സിറ്റ് ഗൈസ്. കണ്ട അതാണ് എടപ്പാൾ ഹോസ്പിറ്റൽ. നമ്മളിപ്പോ ഇനി ഇവിടെ പോവാണ്. ഗൈസ് അതേമാതിരി തന്നെ കൊളങ്കര ഭഗവതി ക്ഷേത്രമാണ്. ആ ഇന്നോവ കയറി വരുന്ന വഴി കൂടെ നേരെ അങ്ങോട്ട് പോയ കൊളങ്കര ക്ഷേത്രമാണ്. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ കുറെ പരിപാടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ മറ്റേ മറിയൻ വേൾഡും പിന്നെന്താണ് യാഗം നടന്ന ഭൂമി. പിന്നെ അതേമാതിരി തന്നെ അവിടെ കുറെ എന്താ പറയാ ഒരു വെള്ളച്ചാട്ടം മാതിരത്തെ ഒരു സെറ്റപ്പ് ഇല്ല, ബീച്ച് സെറ്റപ്പ്, അതും ഉണ്ടായിരുന്നു. പിന്നെ അതേമാതിരി നമ്മളിങ്ങനെ പോണു. പക്ഷെ നമ്മൾക്ക് ഇവിടെ ഇറങ്ങണുണ്ട്. ഇവിടെ എൻ്റെ അനിയത്തിക്ക് സ്പീച്ച് വരുന്ന സ്ഥലം. ഇവിടെ ഇറങ്ങും ഗൈസ്. ഇയർ പ്ലസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ ഈ ഹോസ്പിറ്റലിൻ്റെ പേര് ഗൈസ്. നമ്മളിപ്പോൾ വരുന്നതായിരിക്കും. അതുവരെ വരാം. അതുവരെ കേട്ടോ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഗൈസ്. നിങ്ങളെ കുട്ടിക്കും കേൾവിക്കുറവൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക, കുട്ടികൾക്ക് സ്പീച്ച് എടുക്കാൻ വേണ്ടി കൊണ്ടുവരാം. ഇയർഫോണൊക്കെ ഉണ്ടെങ്കിൽ ഇയർ പ്ലസിൻ്റെ അനിയത്തിനെ ഇങ്ങോട്ടാണ് കൊണ്ടുവരാറ്. അവൾക്ക് എന്താ പറയുക നമ്മളെ ഒരു കേൾവിക്കുറവിൻ്റെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കൊണ്ട് സ്പീച്ച് എടുക്കാൻ വരികയാണ്. ഫോട്ടോ ഉണ്ടോ ഗൈസ്? വണ്ടികളൊക്കെ വരുന്നുണ്ടോ? ഇപ്പം വരാം ഗൈസ്. രാജൻ ഭാസ്കർ ടൂറിസം. നിങ്ങൾക്ക് ടൂറൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഈ വണ്ടീനെ വിളിച്ചോളിട്ടാ. ആ പോണ വണ്ടി രാജൻ ഭാസ്കർ. AC ഉണ്ട്, നോൺ AC